നമസ്കാരം. സനാതനധർമ്മ വിശ്വാസങ്ങൾ അനുസരിച്ച് പ്രത്യേക ദിവസങ്ങൾ പ്രത്യേക ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് അമാവാസി. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പറയുന്ന അഥവാ പരാമർശിക്കപ്പെടുന്നതായ ദിവസം. അതിനാൽ തന്നെ ദേവി പ്രീതിക്കും ഇഷ്ടദേവതാ പ്രീതിക്കും ഉത്തമമായ ദിവസം. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുവാൻ വന്നു ചേരുവാൻ സാധിക്കുന്ന അപൂർവമായ ദിവസങ്ങളിൽ ഒന്ന്. എന്നാൽ അമാവാസി നാളിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാകുന്നു. ഈ മാസത്തിലെ അമാവാസി ശിവരാത്രി കഴിഞ്ഞ് വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കയ്യിൽ ചില വസ്തുക്കൾ കരുതുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർ ഇന്ന് പ്രത്യേകിച്ചും വീടുകളിൽ നിന്നും രാത്രി പുറത്തു പോകുന്നത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം. ഇവർ പുറത്തു പോകുന്നതിലൂടെ തീർച്ചയായും അവർക്ക് പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പ്രത്യേകിച്ചും അപകട സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ വാക്കുതർക്കങ്ങൾക്കും പോകുന്ന കാര്യങ്ങൾ ശുഭകരമല്ലാതെയും ഭവിക്കാം. അതിനാൽ ഇവർ പോകാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇവർ പോവുകയാണ് എങ്കിൽ, അതായത് നിർബന്ധമായും പോകേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ കയ്യിൽ മഞ്ഞൾ കരുതി പോകുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. വന്നു ചേരേണ്ട അപകടങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരും നാളെ പ്രത്യേകിച്ചും, അതായത് ഉച്ചവരെയുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി പുറത്തു പോകാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി പുറത്തു പോകുന്നതിലൂടെ ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ അത് കാരണമായി തീരും എന്ന് തന്നെ പറയാം. അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ദുരിതപൂർണമായ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ദോഷകരമായ ഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരാം. അതിനാൽ തന്നെ തീർച്ചയായും തിരുവാതിര നക്ഷത്രക്കാർ ഈ കാര്യം ശ്രദ്ധിക്കുക. പല രീതിയിലുള്ള വാക്തർക്കങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തിരുവാതിര നക്ഷത്രക്കാരും പുറത്തു പോകുന്നത് ദോഷകരമാണ്. എന്നാൽ അത്യാവശ്യമായി പോകേണ്ട കാര്യമാണ് എങ്കിൽ കയ്യിൽ അല്പം ഉപ്പ് കൊണ്ടുപോകുന്നത് ഏറ്റവും ശുഭകരമാണ്. ഉപ്പ് പൊതിഞ്ഞ് കീശയിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. വന്നു ചേരേണ്ട അപകടങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകിച്ചും നാളെ പുറത്തു പോകുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ പുറത്തു പോകുന്നതിലൂടെ നിങ്ങൾക്ക് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വാക്തർക്കങ്ങൾക്ക് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. പല ബന്ധങ്ങളിലും ഉലച്ചിൽ സംഭവിക്കാം. നിങ്ങൾക്ക് അനുകൂലമാകേണ്ട കാര്യം അനുകൂലമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ രോഹിണി നക്ഷത്രക്കാർ നാളെ പുറത്തു പോകുന്നത് ശുഭകരമല്ല. ഇനി പുറത്തു പോകണം എന്നുണ്ട് എങ്കിൽ, അത് അനിവാര്യമായ ഘടകമാണ് എങ്കിൽ, ആവശ്യമാണ് എങ്കിൽ തീർച്ചയായും ഇരുമ്പ് കയ്യിൽ കരുതുന്നത് ഒരു പരിധിവരെ ഈ അപകട സാധ്യത കുറയ്ക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ നിങ്ങൾ പുറത്തു പോകുന്നത് അത്ര ശുഭകരമല്ല. നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം മുതൽ തന്നെ ആ കാര്യങ്ങൾ ആരംഭിക്കും. നാളെ രാവിലെ വരെ പോകുന്നത് ശുഭകരമല്ല. നാളെ അല്പം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് എന്ന കാര്യവും ഓർക്കുക. പല രീതിയിലുള്ള അപകട സാധ്യതകൾക്ക് ഈ സമയം സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും വാഹനാപകടം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാം. അനുകൂലമാകേണ്ട കാര്യങ്ങൾ അനുകൂലമല്ലാത്ത രീതിയിൽ വന്ന് ഭവിക്കാം. പല സുഹൃത്ത് ബന്ധങ്ങളും തകർച്ചയുടെ വക്കിലെത്താം. അതല്ല എങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരാം. വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വഴക്ക് സംഭവിക്കാം. അതിനാൽ ഈ സമയം പുറത്തു പോകാതിരിക്കുന്നതാണ് ശുഭകരം. പുറത്തു പോകണം എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കയ്യിൽ കരുതുക. മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ഉത്തമമാകുന്നു. ഒരു പരിധിവരെ അപകട സാധ്യത കുറയ്ക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പല രീതിയിലുള്ള ദോഷഫലങ്ങളാണ് വന്നു ചേരുക.
തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ തകർച്ച വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വാഹനാപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പലവിധ അപകടങ്ങൾ സംഭവിക്കാം. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിനും കാരണമാകാം. അതിനാൽ ഈ സമയം പുറത്തേക്ക് പോകുന്നത് ശുഭകരമല്ല. പോവുകയാണ് എങ്കിൽ അല്പം മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ശുഭകരമാണ്. ഒരു പരിധിവരെ അപകട സാധ്യത കുറയ്ക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ഈ സമയം പുറത്തേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം പുറത്തേക്ക് പോകുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധിക്കുക. അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതലാകുന്നു. അനുകൂലമാകേണ്ട കാര്യങ്ങൾ അനുകൂലമല്ലാതെ അവസ്ഥ വന്നു ചേരാം. അതേപോലെ ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സങ്കടപ്പെടേണ്ടതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമം തോന്നുന്നതായ ചില കാര്യങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. നാളെ ഉച്ചവരെ ശ്രദ്ധിക്കുക. പ്രധാനമായും ഇവർ കയ്യിൽ കരുതേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ ഒരു പരിധിവരെ ഇവർക്ക് രക്ഷ നൽകും എന്ന കാര്യം ഓർക്കുക. നിവൃത്തിയില്ല എങ്കിൽ ഇന്ന് രാത്രി പുറത്തേക്ക് പോവുക. അതല്ല എങ്കിൽ നാളെ ഉച്ചവരെ ഇവർക്ക് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. ഇന്ന് രാത്രി കഴിഞ്ഞതിന് ശേഷം നാളെ പുറത്തേക്ക് പോകാവുന്നതാണ്. എന്നാൽ ഉച്ചവരെ ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക. ഈ നക്ഷത്രക്കാർ ഏവരും പരമശിവനെ പ്രാർത്ഥിച്ച് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരമാണ്. നാളെ രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക.